അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വയനാട് നമ്മുടെ തൊട്ടടുത്ത നാടാണ്. ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ കഴിയും. അവിടെ വലിയ പ്രകൃതി ദുരന്തമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് മഗ്ഫിറയും മർഹമയും സ്വർഗവും നൽകുമാറാകട്ടെ. ഇതര സുഹൃത്തുക്കളോടും നമ്മുടെ ബാഷ്പാഞ്ജലികൾ അവരെ അർപ്പിക്കുകയാണ്. ഇതര സമുദായത്തിൽപ്പെട്ടവരോടും നമ്മുടെ കാരുണ്യം, നമ്മുടെ സങ്കടം, നമ്മുടെ ഹൃദയാഞ്ജലികൾ, നമ്മുടെ ബാഷ്പാഞ്ജലികൾ അവർക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ പ്രശംസനീയമായ ഒരു കാര്യം, ഒരു സത്യവിശ്വാസി മരണപ്പെടുകയാണെങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങൾ: കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും തുടങ്ങിയുള്ള മയ്യത്ത് സംസ്കരണം ഫർള് കിഫായയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് സാധാരണ നാട് എന്ന് കരുതുന്ന അത് ഉറഫ് സാധാരണ നോക്കിയിട്ടാണ് ആ നാടും നാടിൻ്റെ പുറത്തുള്ളതും തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നാട്ടുകാർക്ക് ഹാജറായ മയ്യത്തായിരിക്കും. നമ്മളൊക്കെ ആ നാടിൻ്റെ പുറത്ത് സാധാരണഗതിയിൽ നോക്കുമ്പോൾ ആ നാടിൻ്റെ പുറത്തുള്ളവരായി കണക്കാക്കപ്പെടുന്നവരാണ്. അപ്പോൾ നമുക്കൊക്കെ ഗായിബായ മയ്യത്താണ്. ഏതാണെങ്കിലും രണ്ടിനും തെളിവുണ്ടല്ലോ. ഗായിബായ മയ്യത്തിന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് നജാഷി രാജാവിൻ്റെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പള്ളി അടിച്ചു വൃത്തിയാക്കുന്ന വ്യക്തിയുടെ മരണം സംഭവിച്ചപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ അതിന് സാധിച്ചില്ല. പിന്നീട് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിച്ച് ആ ഖബറിൽ ചെന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഖബറിൽ വെച്ച് നിസ്കരിക്കാമെന്നതിനും മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കാമെന്നതിനും തെളിവായി പണ്ഡിതന്മാർ ഈ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിൽ മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അത് സ്വഹീഹാകുന്നതാണ്. ആ നജാഷി രാജാവ് ഹബിഷയിലെ രാജാവായ നജാഷി രാജാവിൻ്റെ മേലിലുള്ള ആ മയ്യത്ത് നിസ്കാരം അതിന് തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ അഹ്ലുകാരാവുക, അഥവാ നിസ്കരിക്കുന്ന വ്യക്തി ഒരു മുസ്ലിമായിരിക്കുക, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കുക, ശുദ്ധിയുള്ള ആളായിരിക്കുക എന്ന നിബന്ധന അന്ന് ആ സമയത്ത് മരിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അയാളാണ് അതിന് ബാധ്യതപ്പെട്ട ആൾ, അയാൾക്കാണ് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മയ്യത്തല്ലാതെ നമ്മൾ സ്വന്തം ളുഹറും അസ്റൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണമല്ലോ. ഇതുപോലെ തന്നെ ഒരു മയ്യത്തിൻ്റെ മേൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ മയ്യത്ത് ശുദ്ധി ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അത് കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ കുളിപ്പിക്കണം, അതിന് പറ്റില്ലെങ്കിൽ തയമ്മും ചെയ്യണം. അങ്ങനെ ആ രീതിയിലുള്ള ശുദ്ധി ഉള്ള മയ്യത്തിന് മേൽ മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കൊറോണ പോലെ നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ മയ്യത്തുകളെ തൊടാനോ കുളിപ്പിക്കാനോ ആളുകൾ തയ്യാറാവാത്ത സാഹചര്യം, അല്ലെങ്കിൽ തയ്യാറായിട്ടും സർക്കാർ അതിന് ചില പ്രത്യേക കാരണങ്ങളാൽ അലൗഡാവാത്ത സമ്മതിക്കാതിരിക്കുന്ന സന്ദർഭമൊക്കെ വരുന്ന സമയത്ത് അത് മയ്യത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ അത് മയ്യത്ത് അതിൽ ഒരിക്കലും ഉത്തരവാദിയല്ല. അത് ആ ഒരു സാഹചര്യത്തിൻ്റെ സങ്കീർണതയാണ്. അങ്ങനത്തെ മയ്യത്തിൻ്റെ പദവി ബഹുമതി ഉയരുകയാണ് ചെയ്യുന്നതെന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, പരലോകത്ത് ഒരു ഷഹീദിൻ്റെ രക്തസാക്ഷിയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കുളിപ്പിക്കാത്ത അല്ലെങ്കിൽ തയമ്മും ചെയ്യപ്പെടാത്ത, അതിന് സാധിക്കാത്ത മയ്യത്തുകളുടെ മേൽ നിസ്കരിക്കണോ വേണ്ടയോ എന്ന ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അവർക്ക് വേണ്ടി നിസ്കരിക്കേണ്ടതില്ല. അതുകൊണ്ട് ആ മയ്യത്തിന് യാതൊരു കേടുപാടും വരാൻ ഇല്ല. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ കഫൻ ചെയ്യലും കുളിപ്പിക്കലും നിസ്കരിക്കലും ഒക്കെ ഒഴിവാകുന്ന സന്ദർഭങ്ങളുണ്ടാകും. എല്ലാം അള്ളാഹു അഫു ചെയ്യുമെന്ന് മാത്രമല്ല, മയ്യത്തിൻ്റെ പദവി ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. മയ്യത്തിന് അതുകൊണ്ട് കൂടുതൽ ബഹുമതികൾ, ഷഹീദിൻ്റെ പദവി വരെ ലഭിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും അങ്ങനെ ശുദ്ധിയാക്കപ്പെടാത്ത മയ്യത്തിൻ്റെ മേൽ നിസ്കരിച്ച് അടങ്ങൂ എന്ന വാശിയുള്ളവരുണ്ടെങ്കിൽ ഒരു അപ്രബല വീക്ഷണം അനുസരിച്ച് അങ്ങനത്തെ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാമെന്ന് ഷെർവാനിയിലൊക്കെ തുഫയുടെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെ
വേണമെങ്കിൽ നിസ്കരിക്കുകയും ചെയ്യാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായത്തിൽ ശുദ്ധിയില്ലാത്ത മയ്യത്തിൻ്റെ മേൽ തയമ്മും കൊണ്ടോ പിന്നെ അതുപോലെ തന്നെ സാധാ വെള്ളം കൊണ്ട് കുളിപ്പിച്ചുകൊണ്ടോ അത് ശുദ്ധീകരിക്കപ്പെടാത്ത മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല എന്നത് തന്നെ പ്രബലമായ അഭിപ്രായം. മറഞ്ഞ മയ്യത്തിൽ നിസ്കരിക്കാൻ പാടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് നാടിൻ്റെ അതിർത്തിയൊക്കെ തിരിച്ചിട്ട് സാധാരണഗതിയിൽ മറ്റൊരു നാട് എന്ന രീതിയിൽ സങ്കല്പിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവരാണ്, വയനാട് ജില്ലയിലുള്ളത് മറ്റൊരു നാട് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പോലും ശുദ്ധീകരിക്കാത്ത മയ്യത്തിന് മേൽ നിസ്കരിക്കേണ്ട ബാധ്യത ഇല്ല എന്നിരിക്കെ അതിനുവേണ്ടി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം ആ മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ മഗ്ഫിറക്കും മർഹമക്കും സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിർത്തുകയാണ്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധയിലുണ്ടാവുക. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ ആ പിന്നെ സഹോദരങ്ങൾ പിന്നെ ഖബറിൽ ആയവരും ഖബറിലേക്ക് എടുത്തു വെക്കാൻ തയ്യാറാക്കപ്പെട്ടവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ കടാക്ഷം അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ സ്വർഗപ്രവേശം ലഭിക്കാൻ വേണ്ടിയിട്ടും അവരോടൊപ്പം ബന്ധുക്കളോടൊപ്പം പിന്നെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ സഹവാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്തുക എന്നത് മാത്രമാണ് നിസ്സഹായരായ സാധുക്കളായ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ആ പ്രാർത്ഥനകളിൽ അവരെ മറന്നു പോകരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്, അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഷിഫ നൽകുമാറാവട്ടെ, അവർക്ക് രോഗശാന്തി നൽകുമാറാവട്ടെ. അതുപോലെ ബാക്കിയായ ബന്ധുക്കൾ ജീവിതത്തിനും മരണത്തിനുമുള്ള നൂൽപ്പാലത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു റിക്കവർ ഉണ്ടാവട്ടെ, അവർ നോർമലൈസായി അവരുടെ നല്ല ജീവിതത്തിലേക്ക്, സ്വസ്ഥ ജീവിതത്തിലേക്ക്, മാനസികമായ ഒരു നല്ലൊരു രീതിയിലേക്ക് അഥവാ ഒരു പിന്നെ മാനസികമായ സന്തോഷത്തിലേക്ക് അതെല്ലാം മറന്നുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ ജാതിയും മതവും നോക്കാതെ ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയിട്ടൊക്കെ സന്നദ്ധ പ്രവർത്തകരും നിയമപാലകരും മറ്റുള്ളവരൊക്കെ ഒരുപാട് ആളുകൾ നാട്ടുകാരും സാധാരണക്കാരും ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരം ഒരു ദുരന്തങ്ങളൊന്നും നമുക്ക് ഇനി വരാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നിന്ന് നമ്മുടെ മനസ്സിന് സദാസമയത്തും സന്തോഷം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.